ഇതങ്ങനെ വിട്ടാ പറ്റില്ല. നീതി തേടി പോലീസ് സ്റ്റേഷനിൽ പോയ വനിതകളെയാണ് മിസ്റ്റർ പ്രകാശ് കുമാർ അപമാനിച്ചു വിട്ടത്. ഏതായാലും മിസ്റ്റർ പ്രകാശ് കുമാർ സുമയുടെ ഭർത്താവാണതിന്റെ ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികൾക്ക് നമ്മൾ മുതിരുന്നില്ല. എങ്കിലും സ്ത്രീക്ക് മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണ് സ്വർണ്ണ നിർമ്മിതമായ ആഭരണങ്ങൾ. അത് നഷ്ടപ്പെട്ട പിന്നെ സ്ത്രീയില്ല. സ്ത്രീയുടെ സ്വർണത്തിന് സംരക്ഷണം നൽകാൻ കഴിയാത്ത സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടറെ നമുക്ക് കരാവോ ചെയ്യണം. ശാന്തമാകൂ. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു നീതിയും കിട്ടും തോന്നില്ല. നമുക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ തടയാൻ നമ്മൾ തന്നെ കരുത്തു നേടണം. സെക്രട്ടറിയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. പ്രകാശ് കുമാർ എന്റെ ഭർത്താവാണ്. പക്ഷേ നമ്മൾ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നത് സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചെന്നു വരില്ല. സെക്രട്ടറിയോടും അംഗങ്ങളോടും എന്റെ ഭർത്താവിന്റെ മാന്യതയില്ലാത്ത പെരുമാറ്റത്തിന് ഞാൻ മാപ്പു ചോദിക്കുന്നു. ഒരു സ്ത്രീയുടെ മനസ്സ് നൊന്തത് അതൊരു സ്ത്രീക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. സുമയെപ്പോലുള്ള അംഗങ്ങൾ ഈ വിമോചന പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടാണ്. എന്തായാലും എന്റെ 8.5 പവൻ എന്നെ വിട്ടുപോയി. ഇനി ഒരിക്കലും അത് തിരിച്ചു വരികയില്ല. അന്ന് എനിക്ക് കരാട്ടയോ കളരിയോ വല്ല അറിയായിരുന്നെങ്കിലേ അവനെ ഞാൻ കായികമായി എതിർത്തേനെ. നമ്മൾ സ്ത്രീകൾ ചെറുത്തുനിൽപ്പിന്റെ പാഠങ്ങൾ പഠിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ മുന്നോടിയായി അംഗങ്ങളെല്ലാം കരാട്ടെ അഭ്യസിക്കുന്നത് വളരെ നല്ലൊരു നിർദ്ദേശമാണ്. സ്ത്രീകൾ ഒരു കാര്യത്തിലും പുരുഷന്മാരെ ആശ്രയിക്കരുത്. ആദ്യം വേണ്ടത് സ്വയം പര്യാപ്തതയാ. അതിനുവേണ്ടി ശത്രുത മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടാവണം. സംഭവം പോലീസ് വണ്ടിയൊക്കെ ആണെങ്കിലും അതിൻ്റെ കിടപ്പ് കണ്ടുണ്ടല്ലോ. പെറ്റ തള്ള സഹിക്കൂലേ. മണിയ, ഇന്ന് വനിതാ ക്ലബിൽ ഞാൻ നാണം കെട്ടു. CI പ്രകാശ് കുമാറിനെ എല്ലാവരും രൂക്ഷമായി വിമർശിച്ചു. എന്നിട്ട് ചേച്ചി ഇത് കേട്ടോണ്ടിരുന്നല്ലേ? എന്റെ ഭർത്താവ് എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ ഒരു CI ആകാനുള്ള യോഗ്യത പ്രകാശ് ചേട്ടനില്ല. സാറ് കേക്കണ്ടേ? എന്നെ പറ്റി പറയുന്നല്ല ഞാൻ മാറിയെന്ന് കേട്ടു. എന്നെ വിമർശിക്കാൻ വന്നാണ്ടല്ലോ എല്ലാത്തിന്റെ കൂമ്പിടിച്ച് ഞാൻ കലക്കും. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു സ്ത്രീയുടെ മാല പട്ടാപ്പകല് മോഷ്ടിച്ചത് ചോദ്യം ചെയ്ത വനിതാ ക്ലബ്ബ് ഭാരവാഹികളോട് പ്രകാശ് ചേട്ടൻ വളരെ മോശമായിട്ടാ പെരുമാറിയത്. അതേടി, നെറ്റിപ്പട്ടം പോലുള്ള നെക്ലേസ് ഇട്ടുകൊണ്ട് നടന്നാൽ കള്ളന്മാർ തട്ടിപ്പറിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇനിയും പറയും, ആരടുത്തും പറയും. അത് സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. ഓരോ പെണ്ണുങ്ങള് ജുവലറി ഷോറൂം പോലെയാണ് ആഭരണങ്ങൾ അണിഞ്ഞോണ്ട് നടക്കണത്. എടി, ഡിപ്പാർട്ട്മെന്റിൽ പേരെടുത്ത സർക്കിൾ ഇൻസ്പെക്ടറാണ് ഈ പ്രകാശ് കുമാർ. പേരെടുത്ത കാര്യമൊന്നും എന്നോട് പറയണ്ട. കീഴിലുള്ള ബുദ്ധിമാന്മാരായ പോലീസുകാർ കണ്ടുപിടിക്കുന്നത് ചുളിവിൽ തട്ടിയെടുത്തല്ലേ പ്രകാശ് ചേട്ടൻ വലിയ ആളായത്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം രാവിലെ പോകുമ്പോൾ ഇതുപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വർത്തമാനം പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ പറയും. അയ്യോ സാർ, ഞാൻ പറഞ്ഞു. ഒരു വെടിക്ക് 2 പക്ഷി. വണ്ടി ക്ലീനായി, ഞാനും ക്ലീനായി. ഇനി തല തുടച്ചിട്ട് മാറ്റിനിക്ക് പോവാം. അശോട്ടാ, ഇന്ന് മീറ്റിംഗിൽ വേറൊരു തീരുമാനം ഉണ്ടായി. എന്ത് തീരുമാനം? കരാട്ടെ. കരാട്ടെ കേട്ടിട്ടില്ലേ? കരാട്ടെ ക്ലബിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കരാട്ടെ പരിശീലിക്കാൻ പോകുന്നു. എന്താ ചിരിക്കുന്നേ? അതെ, ലോകത്തെല്ലാത്തിന്റെ അവസാന വാക്ക് ആണുങ്ങളാണെന്ന് ഉള്ളിൽ ചിന്തിക്കുന്ന എല്ലാവരും ഇതുപോലുള്ള കാര്യം കേൾക്കുമ്പോ ചിരിക്കും. പുരുഷന്മാർക്കെതിരെയുള്ള സ്ത്രീകളുടെ സ്വയം പര്യാപ്തത, അതിനുവേണ്ടിയാ ഞങ്ങൾ കരാട്ടെ പഠിക്കുന്നേ. അത് കാരണമാണ് ഞാൻ ചിരിച്ചത്. മായേ, മെയ്യഭ്യാസം പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ഇന്നാർക്കെതിരെ ഇന്നതെന്ന് തീരുമാനിച്ചിറങ്ങുമ്പോഴാ നമ്മുടെ കണക്കൂട്ടലുകളെല്ലാം പാളിപ്പോകുന്നത്. ഇല്ല, ഞങ്ങൾ സ്ത്രീകളുടെ കണക്കൂട്ടലുകളൊന്നും അങ്ങനെ പാളാൻ പോകുന്നില്ല. കരാട്ടെ സ്കൂളിന്റെ മാസ്റ്റർ കണ്ടുപിടിക്കാൻ നാളെ തന്നെ മണീനും ബാലപ്പനും കൂടി പോകുന്നുണ്ട്. ബാലപ്പെണ്ണ, കണ്ടാലേ അറിയാം ഇത് കരകാട്ടക്കാരികളുടെ ഏരിയയാണെന്ന്. കരകാട്ടമല്ല, കരാട്ടക്കാരി. ഓഹോ, കരാട്ടെ. ഇവിടെ എവിടെയാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ വാ, നമുക്ക് നോക്കാം. ഈ കരാട്ടക്കാരികളുടെ വീട് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ അവരുടെ ഗേറ്റിൽ ഇങ്ങനെ ബോർഡ് തൂക്കിയിട്ടിരിക്കും, കരാട്ടക്കാരി ഉണ്ട് സൂക്ഷിക്കുക. അതല്ലെന്ന്, കരാട്ടക്കാരികളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയി നിങ്ങൾ അവിടെ നിൽക്കണ. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാന്ന് വെച്ചു. ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കും. അപ്പൊ വലിയ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. വാ, ഇവിടെ എവിടെയെങ്കിലും കാണും. കരോട്ടക്കാരി ഉണ്ടോ? ആഗ്രഹക്കാരെ കണക്കിടന്ന് വിളിക്കാതെ.
നോക്ക് കണ്ട കണ്ടിട്ടൊരു കരാട്ടക്കാരിയുടെ ലക്ഷണമില്ലേ? ഇത് കരാട്ടക്കാരി തന്നെ ആണല്ലേ? നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? ചോദിക്കാം. ചുമ്മാ അങ്ങ് ചോദിക്കരുത്. കരാട്ടക്കാരെ വിഷ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. നമസ്കാരം. ആരെടുത്ത്? കരാട്ടക്കാരിയോട്. ഇങ്ങനെ നമസ്കാരം. അത് അടിയോണ്ട് ഇതിന്റെ ഊപ്പാട് വന്നു പോവും. പിന്നെ എങ്ങനെ? കരാട്ടക്കാരെ വിഷ് ചെയ്യുന്നത് കരാട്ടയുടെ രീതി വേണം. അതങ്ങനെ? അതൊക്കെ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്ന പോലെ നോക്കി ചെയ്താൽ മതി കേട്ടാ. ചേച്ചി, ചേച്ചി, കരാട്ടെ കരോട്ടെ, കരോട്ടെ, കരാട്ടെ മാഡം. കരോട്ടെ നില്ല്. ഇങ്ങോട്ട് ഓട്ടിക്കല്ലേ? കരോട്ടെ. വാടാ, ഇങ്ങോട്ട് വാടാ. മറന്നുപോയി. മറ്റേത് കാണില്ല. എന്തു വേണം? മാറ, എനിക്ക് സ്കൂളിലെത്തണം. നമ്മുടെ നിരീക്ഷണം ശരിയാണ്. ഇവര് കരാട്ട സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. എങ്കിൽ പിന്നെ താമസിക്കട്ടെ. ചോദിച്ചു ഒരു 100 രൂപ. അതല്ല, കരാട്ടയാണത് ചോദിച്ചു നോക്കാൻ. നിങ്ങളാരാ? എന്താ വേണ്ടത്? ഞങ്ങൾക്ക് ടീച്ചറെ വേണം. നിങ്ങളെ കമോൺ കമോൺ. ഇത് പുതിയ ഇനം പൂവാലന്മാരാന്ന് തോന്നുന്നു. എന്താ ടീച്ചറെ? അതാര്? ഫാമിലിയാണെന്ന് തോന്നുന്നു കേട്ടോ. ടീച്ചറിന്റെ ഭർത്താവ്. ഏയ് അടുക്കരുത്. ആരൊക്കെയാടാ നിങ്ങള്? ഞങ്ങള് കരാട്ടയുടെ. നിങ്ങൾ കരാട്ടെ ആണെങ്കിൽ ഞാൻ കളരിയാടാ. അത് അല്ല, ഞങ്ങൾ അതിന് ഷർട്ട് പിടിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. കളരിയാണെന്നുള്ള കാര്യം നേരത്തെ പറയണ്ടേ? ഇതാണ് എന്റെ ഹോം തിയേറ്റർ. എന്തായാലും നിങ്ങൾ ഇതുവരെ വന്നതല്ലേ, ചായയൊന്നും വേണ്ട. ഞങ്ങള് കുറച്ച് ആക്ഷൻ കണ്ടിട്ട് പോവാം. ഞാൻ വിചാരിച്ച ചായ ആയിരിക്കും. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടി. പഞ്ച് പുഴുങ്ങി തരുന്നെങ്കിൽ നന്നായിരുന്നു. ഇച്ചിരി അവിലൂടെ വെക്കണം. ഏയ്, അയ്യോ, പഞ്ചൊക്കെ എത്ര സമർത്ഥമായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളതെന്ന് കണ്ടില്ലേ? നിങ്ങൾ ടി വി കണ്ട ഈ ആളില്ലേ, എന്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാ. എന്തോ പുള്ളിക്കാരന്റെ പേര്? ജാക്കി അച്ചായൻ. ജാക്കി അച്ചായൻ. കോട്ടയത്തുകാരനാ. പക്ഷെ ഈ അച്ചായനെ കണ്ടിട്ട് ഒരു ചൈനീസ് ലുക്ക് അല്ലേ? എവിടെ? ഏയ്. യഥാർത്ഥ പേര് ജേക്കബ് അച്ചായൻ എന്നാ. ആഹാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൈനയിൽ പോകുമ്പോ ഇവരുടെ വീട്ടിലാണ് താമസം. അത് ശരി. ദാണ്ട വീണ്ടും. ഇത് കണ്ടോ? ജാക്കി അച്ചാൻ എത്ര പേരാണ് ഒറ്റയ്ക്ക് അടിച്ചു വീഴ്ത്തിയത്. ഓ, ഇതൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട്. അല്ല, ടീച്ചർ എപ്പോ വരുമെന്ന് മാത്രം പറഞ്ഞില്ല. ആ, രാധാമണി കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓ, അല്ല, നാളെ തന്നെ നല്ല സമയം നോക്കി അങ്ങ് തുടങ്ങണം. 10-10:30 രാഹുർ കാലമാ. ഞാൻ നാളെ എത്തിക്കോളാം. ഓ, കൃത്യം 10 മണി. ഓ, ശരി ശരി. വാടേ. ഓ, ശരി. വാ എല്ലാം വരും. ശരി, ഓക്കെ. നിങ്ങൾ എന്തിനു കസേര വെക്കാൻ പറഞ്ഞേ? അല്ലെങ്കിൽ ഓ, 10 മണിക്ക് വരാന്ന് പറഞ്ഞതാ. മണിതാ 9:55. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ വക കാര്യങ്ങളൊന്നും ആണുങ്ങളെ ഏൽപ്പിച്ചാ ശരിയാവില്ല. മണിയ, നിങ്ങൾ കരാട്ട ടീച്ചറെ കണ്ട് കാര്യം പറഞ്ഞോ അതോ കള്ളം പറയാണോ? ദാണ്ട അടി കൊണ്ട പാട് കണ്ടിട്ട് ചേച്ചിക്ക് വിശ്വാസമില്ലേ? നീ കളഞ്ഞിട്ട് പോടെ. അതെ, കൊച്ചമ്മമാര് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. അതെ സെക്രട്ടറി, അവര് പറഞ്ഞാണ് കേട്ടാ. കൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എത്തിയിരിക്കും. ഹായ്. കറക്റ്റ് 10 മണി. 10 മണി എന്ന് പറഞ്ഞ കറക്റ്റ് 10 മണി തന്നെയാ. 1 മിനിറ്റ് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോയില്ല. ടീച്ചറെ സമ്മതിച്ചിരിക്കുന്നു. ഒരു കരാട്ടെക്കാരിക്ക് ആദ്യം വേണ്ടത് ടൈമിംഗ്. സാധാരണ ഞാൻ കരാട്ടെ ക്ലാസ് തുടങ്ങാൻ പോകുമ്പോ മിനിമം ഒരു 10 ചുടുകെട്ടെങ്കിലും ഒറ്റയ്ക്കുടച്ചായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്. ചുടുകെട്ട വേണമെങ്കിൽ നമുക്ക് ഒരു ലോഡ് ഇറക്കാം. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഇത് മൈസൂർ പാവാണ്. തൽക്കാലം നമുക്കിതിനെ ചുടുകെട്ടയായി സങ്കല്പിക്കാം. എല്ലാരും ഡ്രാഗണെ മനസ്സിൽ ധ്യാനിച്ച് ഒരു നിമിഷം നിൽക്കണം. ഇരിക്കൂ. വായിരിക്കാം.
എന്റെ ഭഗവാനെ ഭയങ്കര കരുത്ത് തന്നെ കേട്ടോ എന്റെ അമ്മച്ചേ. നാളെ മുതൽ നമ്മൾ വിശദമായി ക്ലാസ് തുടങ്ങുകയാണ്. കരാട്ടെ പഠിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. എടുത്തോ. ടീച്ചർ, യൂണിഫോം വേണോ അത് ചുരിദാർ മതിയോ? ചുരിദാറായാലും മതി. തിരിങ്ങാടാ. അഭ്യാസം തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ എല്ലാവരും കൃത്യമായും ക്ലാസ്സിൽ ഹാജരാവണം. ഒരു ദിവസം മുടങ്ങിയ ബെൽറ്റ് കിട്ടാൻ വൈകും. ബെൽറ്റോ? അതെന്താ? ബെൽറ്റ് അറിഞ്ഞൂടെ? നമ്മൾ ഈ കരാട്ടയുടെ പാന്റ് അഴിഞ്ഞു പോയിരിക്കും ബെൽറ്റ് ഒക്കെ കെട്ടത്തില്ലേ? വേണ്ട, കരാട്ടെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ, ആ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ടീച്ചറെ ഈ കിക്ക പഞ്ച് എന്നൊക്കെ പറഞ്ഞ എന്താ ടീച്ചറെ? അത് പറഞ്ഞു തന്നാ മനസ്സിലാവത്തില്ല. കാണിച്ചു തരാം. ടീച്ചർ കാണിച്ചു തരൂ. ആര്? നീ അല്ലേ? അതൊക്കെ പിന്നെ കഴിഞ്ഞിട്ട് പ്രതിയോഗികൾ ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചു. എതിരാളികൾ ഈ നിലയിലാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കാല് പിറകോട്ട് വെച്ച് ശരീരം മുന്നിലേക്ക് വളച്ച് കൈ ഉയർത്തി ഇതേ ഇങ്ങനൊരു വെട്ടി, ഇങ്ങനൊരു പക്ഷെ ടീച്ചർ, എതിരാളി ഈ പോസിൽ തന്നെ വന്ന് നിക്കണമെന്നില്ലല്ലോ. അങ്ങനെ നിർത്തിക്കണം. അതാണ് മിടുക്ക്. നാളത്തെ ക്ലാസ്സിൽ ഞാൻ അതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. പിന്നെ നാളെ വരുമ്പോ എല്ലാരും ഓരോ ചുടുകട്ട കൂടി കൊണ്ടുവരും. ഞാൻ ചില ഹോംവർക്കുകളൊക്കെ ഇട്ടുതരും. ഓക്കെ? അപ്പൊ ബാക്കിയെല്ലാം നാളത്തെ ക്ലാസ്സിൽ. ഗുഡ് ബൈ. പോയിട്ട് വൈകുന്നേരം വന്നാ മതി. നീ അവനെ കൊല്ലാൻ പോണ? നീ എന്നെ ജയിലിൽ കയറ്റി അടങ്ങുമല്ലേടി? അല്ല സാറേ, ചേച്ചി കരാട്ടയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യാം. കരാട്ടയിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കോൺസെൻട്രേഷൻ. ഇവന്റെ തലയിൽ ഈ മത്തൻ തലയ്ക്കൊന്നും പറ്റാതെ ഞാൻ രണ്ടായിട്ട് വെട്ടിമുറിക്കാൻ വന്നതാ. അതിന് നീ എന്തിനാ കരയുന്നത്? അയ്യോ, ഇത് കരച്ചിലല്ല സാറേ. ഇതാണ് കരാട്ടയുടെ മറ്റൊരു ഐറ്റം, സൗണ്ട് എഫക്റ്റ്. ഇത് കരാട്ടയുടെ പ്രധാന സംഭവമാണ്. സുമേ നോക്കൂ, വേണ്ട. ഇത് ഒടുവിൽ അപകടമായിട്ട് ചോര കളിയിൽ അവസാനിക്കും. ഇന്നലെ വരെ ഇവിടെ പുരുഷന്മാരല്ലേ ചോര ഒഴിക്കുള്ളൂ. ഇനി സ്ത്രീയും ഒന്ന് ഇറങ്ങാൻ പോവാ. പുരുഷന്മാരുടെ സഹായവും സഹകരണവും ഒന്നും വേണ്ട. സ്ത്രീയുടെ സംരക്ഷണം സ്ത്രീ തന്നെ ഏറ്റെടുക്കാൻ പോവാ. യഥാർത്ഥ ശക്തിയുള്ളത് സ്ത്രീകൾക്കാണെന്ന് തെളിയിക്കാൻ പോവേണ് സാറേ. നാളെ മുതൽ കരാട്ടെ ട്രെയിനിങ് തുടങ്ങുക. അതിന്റെ മുന്നോടിയാണ് ഈ പ്രാക്ടീസ്. പ്രാക്ടീസ് കാണുമ്പോ തന്നെ അന്തം വിടുന്ന പുരുഷന്മാർ ഒറിജിനൽ കരാട്ടെ പ്രകടനം കാണുമ്പോ നിങ്ങൾ പോലീസുകാർ പോലും ഞെട്ടിവരച്ചു പോകും. എടീ, നിനക്ക് കേരള പോലീസിനെ കുറിച്ച് അറിഞ്ഞൂടാ? സെക്കൻഡുകൾ കൊണ്ട് ആൾക്കാരെ ഉരുട്ടിക്കൊല്ലുന്ന വർഗമാണ് ഞങ്ങള്. നീ ശക്തിയുണ്ടോ? ഇതാ ഒരു സാമ്പിൾ പഞ്ച്. അമ്മ തലോട്ടി പൊട്ടി തെറിച്ച്. ഒന്ന് മതിയല്ലേ? ഒന്നുകൂടെ വേണം. ഒന്നുകൂടെ വേണം. ഓക്കെ, മതിയല്ലേ? ഒന്നുകൂടി ഇരിക്കട്ടെ. അല്ല, ഇതിപ്പം 3 മതിയാ? അല്ല, ഒന്നുകൂടെ നോക്കാം. വേണ്ട, 3 ഓക്കെ, മതിയല്ലേ? ശരി, എന്നാ പിന്നെ റെഡി? 1 2 3 എന്ത് തൊട്ടു പോരുത്. ഇങ്ങോട്ട് നോക്ക്. നീ എന്നെ വയലന്റ് ആക്കരുത്. നിന്റെ ഓടും കോപ്പും കുറച്ചൊക്കെ ഞാൻ ചവിട്ടി ദൂരെ ആ പറഞ്ഞത് ശരിയല്ല. അത് ഒരിക്കലും ശരിയല്ല. ഓടിങ്ങെടുത്ത സാറെന്തോ കാണിക്കുന്നത്? അത് ശരിയല്ലല്ലോ. അതെ, കരാട്ടയുടെ ശക്തി ശരിക്കും അറിയാൻ പറയുന്ന കരാട്ട. ഇതേ, ഇത് വെറും ചുടുകട്ടയല്ല. കരാട്ടയുടെ പവർ അളക്കാനുള്ള ഉരുകലാണ്. ആ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപ് 2 ഓട്, ഉച്ചയ്ക്ക് ഊണിന് ശേഷം ഒരു 3 ചുടുകട്ട, രാത്രി ഭക്ഷണത്തിന് ശേഷം 5 ഓട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അതിനെ ഞാനിങ്ങനെ കഴിക്കൂ. ഇല്ല, പൊട്ടിക്കും. എന്റെ സാറേ, ഈ വീട്ടിൽ ഒരു സ്ത്രീ ശാക്തീകരണം ഉണ്ടാകുമ്പോ സന്തോഷിക്കുകയാണ് വേണ്ടത്. നിന്നെ പോലുള്ളവരാണ് അരപ്രാന്തനം മുഴുപ്രാന്തനാക്കുന്നത്.
ഇതെന്തോന്നടേ വെള്ളരിക്കപ്പെട്ടണോ? പെണ്ണുങ്ങള് കരാട്ട പഠിക്കും, പക്ഷേ വീടിനകത്ത് ചുടുകല്ല്, കട്ട, ഓട് എന്തോന്നടേ നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ എല്ലാ പുരുഷന്മാർക്കും ഉള്ള കോംപ്ലക്സ് അതാണ് ഇപ്പൊ അശോകേട്ടന്റെ മനസ്സില്. സ്വന്തം ഭാര്യ സ്വയം പര്യാപ്തിയാണെന്നുള്ള അസൂയ. തേങ്ങ കൊലയാ. സാറേ അങ്ങനെ പറയരുത്. ഇപ്പൊ സാറും ചേച്ചി കൂടെ ഇങ്ങോട്ട് മാറി. സാറും ചേച്ചി കൂടെ നടന്നു പോന്നു. പെട്ടെന്നൊരു തസ്കരം ചാടി വീഴുന്നു. ചേച്ചി ചടപടാ 4-5 സ്റ്റെപ്പ് ഇതുപോലെ താഴെ ഇങ്ങനെ വീണു പോലെ അയാള് അശോടാ ഇത് ശരിയല്ല. അതെ, സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നയാളെ ദ്രോഹിക്കുന്നത് സ്ത്രീകളെ ദ്രോഹിക്കുന്ന തുല്യം. അതറിയോ? മനസ്സിലായി. മതി. എന്നാലും സാറേ, ഭാര്യമാർക്ക് ഇത്തിരി ശക്തി കൂടുന്നതാണപ്പോഴേ ഇത്രയും വെപ്രാളം പാടില്ല കേട്ടോ. എനിക്ക് വെപ്രാളം അല്ലടാ ബാലപ്പ, സഹതാപ. കളിയാക്കാതെ പിന്നെ. അതെ, കരാട്ടെ ക്ലാസ്സിൽ ചേരുന്നതിന് മുൻപ് തന്നെ കരാട്ടെ പഞ്ചുകൾ ഓരോന്നായിട്ട് കാണിച്ചാൽ എനിക്കറിയാം. ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുക. പൊട്ടി വാലപ്പ, അത് പൊട്ടി. എന്നോട് കളിച്ചാ ഇങ്ങനെ ഉണ്ടാവും. ബാലപ്പ ഒരെണ്ണെടുത്ത് വെക്കടാ. ഒരെണ്ണെടുത്ത് വെക്ക. പൊട്ടിക്കാനാ വെക്ക്. സാറേ, അറിയാവുന്ന പണി ചെയ്യുന്നതാണ് നല്ലത്. വേണ്ട. പൊട്ടി. നിസ്സാരല്ലേ? അകത്തു എണ്ണ ഇടുക, ഓടിപ്പോ. ബാക്കിയാ പൊട്ടിക്കാം. കരാട്ടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇടിക്കാനും തൊഴിക്കാനും വേണ്ടിയുള്ളതല്ല. അത് സ്വന്തം ശക്തിക്കും സ്വന്തം രക്ഷയ്ക്കും വേണ്ടിയുള്ളതാണ്. കഴിയുന്നതും നമ്മളൊരു സംഘർഷത്തിൽ ചെന്ന് പെടാതിരിക്കുക. അഥവാ ഒരു പ്രശ്നത്തിലായാൽ തന്നെ കുഴപ്പമൊന്നും ഉണ്ടാവാതെ മാറിപ്പോവാൻ ശ്രദ്ധിക്കുക. കരാട്ടെ പ്രയോഗിച്ചെങ്കിലേ നിവർത്തിയുള്ളൂ എന്ന ഘട്ടത്തിൽ മാത്രമേ നമ്മൾ ശാരീരികമായി മറ്റൊരാളെ ആക്രമിക്കാൻ പാടുള്ളൂ. മാസ്റ്ററെ, ഞങ്ങൾക്ക് പുരുഷന്മാരെ ഇടിക്കണം. പുരുഷന്മാരിൽ നിന്നും സ്വയം പര്യാപ്തത നേടണം. പുരുഷന്മാരിൽ മാത്രമല്ല, സ്ത്രീകളിലും ഉണ്ട് കുറ്റവാളികൾ. അല്ല, അങ്ങനെ പറഞ്ഞ ക്ലാസ് തുടങ്ങാം. ഇനി വാം അപ്പ്. അല്ല, നിങ്ങൾ എന്തിനാ വായി നോക്കി നിൽക്കുന്നേ? പൊയ്ക്കോ, മാറി നിൽക്ക്. ഇവരെ ഞങ്ങളുടെ ബോഡി ഗാർഡ്സ്. പുരുഷന്മാരുടെ ക്രൂരത എവിടെ കണ്ടാലും ഞങ്ങൾ പ്രതികരിക്കും. നമുക്ക് എക്സസൈസ് തുടങ്ങാം. കം ഓൺ. വേണ്ട, അങ്ങോട്ട് പോവാ. ഈ കുട്ടി എന്നെ കളിയാക്കി ചിരിക്കാതിരിക്കാൻ പറ്റുമോ? മായ, ഡു ഫ്രോഗ് ജംപ്. എന്താ മാസ്റ്റർ? തവളച്ചാട്ടം. ഇത് പണിഷ്മെന്റാ. കൂടെ പഠിക്കുന്ന ആളുടെ ഫോൾട്ട് കണ്ട് പരിഹസിച്ചേന്. യു ഓൾസോ ഡു ഫ്രോഗ് ജംപ്. എനിക്ക് വേഗം മുഴുവൻ വേദനിച്ചിട്ട് പയ്യെ. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ഈ പറ്റാത്ത പണിക്ക് പോകരുത്. ഒരു കുഴപ്പമില്ല. എല്ലാ കരാട്ടക്കാർക്കും ആദ്യഘട്ടം ഇങ്ങനെ ഒരുപാട് പണിഷ്മെന്റ് കിട്ടും. എന്നാലേ ദേഹം ഒന്ന് ഉറയ്ക്കൂ.
എന്നാലേ പുരുഷന്മാരെ തടഞ്ഞു നിർത്താൻ ഒരു സ്വയം പര്യാപ്തത ഉണ്ടാവും. ചേച്ചി ഇത്രയും വികാര പ്രകടനം പാടില്ല, അതിനൊരു നിയന്ത്രണം വേണം. ഇത് വികാര പ്രകടനമൊന്നുമല്ല. പിന്നെ എന്റെ കൈ വേദനിച്ചിട്ട്. കരാട്ടെ പഠിക്കാൻ പോകുന്ന ഏതെങ്കിലും ആണുങ്ങള് ഇതുപോലെ നിലവിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. വിളിക്കും, നിലവിളിക്കും. കോഴ്സ് കഴിഞ്ഞ് ബ്ലാക്ക് ബെൽറ്റ് കിട്ടട്ടെ. ദേ, പിന്നെ ഒരൊറ്റ നോട്ടം.